ഹലോ എവ്രി വൺ. BA ഇംഗ്ലീഷ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 5th സെമിസ്റ്ററിലത്തെ കോർ കോഴ്സായിട്ടുള്ള ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അതിലത്തെ രണ്ടാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്ന പോയട്രി എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്നും രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ടാഗോർ എഴുതിയിട്ടുള്ള ബ്രീസി ഏപ്രിൽ എന്ന് പറഞ്ഞ പോയമാണ് നമ്മളിവിടെ ആദ്യമായിട്ട് നോക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ടാഗോർ ഒരു ബംഗാളി റൈറ്ററാണ്. ആൻഡ് യെസ്, he is not generally described as an Indian writer in English. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇംഗ്ലീഷ് റൈറ്റിങ്സും റീജിയണൽ ലിറ്ററേച്ചറും ഇന്ത്യയിൽ ഉള്ള ജനങ്ങളെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അദ്ദേഹത്തെ ബംഗാളിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും അദ്ദേഹത്തിന് ഇന്ത്യൻ റൈറ്റർ എന്ന് പറഞ്ഞ അംഗീകാരം കൊടുക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പോയട്രിയിലുള്ള മെയിൻ തീംസ് എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ്. ഹി ഈസ് അവെയർ ഓഫ് ദി നീഡ് ഫോർ ഹാർമണി ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. അദ്ദേഹം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഐക്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നല്ലപോലെ അറിയുന്ന ഒരാളായിരുന്നു. പ്രകൃതിയുടെ അനന്തമായ സൗന്ദര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ടു ഹിം നേച്ചർ എന്ന് പറയുന്നത് വെറും ഒരു സ്റ്റോർ മാത്രമായിരുന്നില്ല. ഹൗസ് ഓഫ് ബ്യൂട്ടി, കളർ, ഫോം, സ്മെൽ ആൻഡ് റിതം മാത്രമല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് ഓൾസോ വെരിറ്റബിൾ സിമ്പിൾ ഓഫ് ഇമോഷണൽ ആൻഡ് കൺസെപ്ഷണൽ ട്രൂത്ത്. വൈകാരികതയുടെ യഥാർത്ഥ ചിഹ്നവും ആശയപരമായ സത്യവും കൂടിയാണ് നേച്ചർ എന്നാണ് ഇവിടെ പറയുന്നത്. ടാഗോർ സീസ് എ ലൈഫ് ഗിവിംഗ്, പ്രൊട്ടക്റ്റീവ് യെറ്റ് ഇൻകോൺസ്റ്റന്റ് എലമെന്റ് in nature, and the imagery he used conveys the meaning he finds in nature. ടാഗോർ ഒരു ജീവൻ നൽകുന്നതും സംരക്ഷിക്കുന്നതും എന്നാൽ പ്രകൃതിയിലെ പൊരുത്തമില്ലാത്തതുമായ ഘടകത്തെ കാണുന്നു. അദ്ദേഹം ഉപയോഗിക്കുന്ന ഇമേജറി പ്രകൃതിയിൽ അദ്ദേഹം കണ്ടെത്തുന്ന അർത്ഥത്തെ അറിയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മൾക്കിപ്പോൾ ബ്രീസി ഏപ്രിൽ എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിലോട്ട് നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. In Breezy April, Tagore evokes a series of word pictures in which the April breeze is given life and vivacity and seen as mother fairy spirit of spring and love. ഏപ്രിൽ ബ്രീസിൻ്റെ നാച്ചർ എന്ന് പറയുന്നത് ചേഞ്ചിങ് മൂഡ്സ്, ക്രിയേറ്റിവിറ്റി, ടെൻഡർനെസ് ആൻഡ് മൂവ്മെൻറ്റ്സ് ആണ്. ഇതെല്ലാം വളരെ മനോഹരമായി ഉചിത ഭാഷയിലാണ് കൈമാറിയിരിക്കുന്നത്. Tagore assumes the persona of a tree which delights in the touch of the April breeze. ഏപ്രിൽ കാറ്റിൻ്റെ സ്പർശത്തിൽ അനുമാനിക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ പേഴ്സോണനെയാണ് ടാഗോർ ഇവിടെ അസ്യൂം ചെയ്യുന്നത്. മരം കാറ്റിനോട് സംസാരിക്കുന്നത് പോലെ. ഇതിലൂടെ സീരീസ് ഓഫ് ഇമേജസ് അറൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ട്രീ ബ്രീസിനെ വേരിയസ് ഫോംസ് ആൻഡ് മൂഡ്സിൽ കാണുന്നുണ്ട്. ആ ബ്രീസിനെ വാഗ്രൻ ഏപ്രിൽ എന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ് ഗെറ്റ്സ് സൊലാസ് ഫ്രം ഇറ്റ്സ് ജെൻറൽ റിതമിക് മൂവ്മെൻറ്റ്. ഇനി ഒരു വരി നോക്കാം. റോക്ക് മീ ഇൻ യുവർ സ്വിങ് ഓഫ് മ്യൂസിക്. ഈ ലൈനിൽ കാണുന്ന ഇമേജ് എന്തെന്നാൽ ഒരു അമ്മ തൻ്റെ ബേബിനെ ജെൻറൽ ലുല്ലബായിലൂടെ ഉറക്കുകയാണ്. The tree to every changing mood of the breeze next sees it as fairy-like charmer who thrills its branches with enchantment and touches it with sweet surprises. മരം കാറ്റിനായി കൊതിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. In the second stanza, the tree is seen as living its unchanging existence by the wayside. ഇവിടെ ആ വൃക്ഷത്തെ ജീവനുള്ളതായി കാണുന്നു, വഴിയരികിൽ മാറ്റമില്ലാത്ത എക്സിസ്റ്റൻസ് പോലെ. The word life dream conveys the idea that the tree has lived a long time. കഴിഞ്ഞുപോയ വർഷങ്ങളൊക്കെ ഒരു സ്വപ്നം പോലെയാണ് അതിന് തോന്നാൻ തുടങ്ങുന്നത്. It also conveys that life in the tree has been dormant in winter. ഈ വൃക്ഷത്തിലെ ജീവിതം വിൻ്റർ സീസണിൽ പ്രവർത്തനരഹിതമാണെന്നും ഇത് അറിയിക്കുന്നു. The April breeze of spring, it activates all life forces within the tree. For the tree says, "You come startling me from slumber. It awakened from cold winter." ട്രീ പറയുകയാണ്, ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ എന്നെ സ്റ്റാർലിംഗ് ചെയ്യുന്നു എന്ന്. വിൻ്റർ സീസണിൽ നിന്നും അത് ഉണർന്നിരിക്കുന്നു. The April breeze is visualized by the tree as a whimsical lover gently counting and teasing the beloved. The image of the lover is further developed till the end of the poem. പ്രിയപ്പെട്ടവരെ സൗമ്യമായി എണ്ണുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു വിചിത്ര കാമുകനായി അല്ലെങ്കിൽ വിംസിക്കൽ ലവറായി ഏപ്രിൽ ബ്രീസിനെ ട്രീ വിഷ്വലൈസ് ചെയ്യുന്നു. ട്രീ ഒരു ലോൺലി ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. വൃക്ഷത്തിൻ്റെ ആകെയുള്ള കമ്പാനിയൻ ഷാഡോ മാത്രമാണ്.
അതേപോലെ കാറ്റിനോടും വളരെ ഫെമിലിയർ ആണ്. ആൻഡ് ഇറ്റ്സ് അൺചേഞ്ചിങ് മൂഡ്സ് ഫിറ്റ്ഫുൾ ഫാൻസീസ്. മരത്തിൻ്റെ ഇലകളിലൂടെ വീശുന്ന കാറ്റ് സൗമ്യമായി ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. അതിനെയാണ് ലീഫി ലാംഗ്വേജ് എന്ന് പറയുന്നത്. According to Tagore, the play of spring in nature is the counterpart of the play of youth in our lives. നാച്ചുറലി സ്പ്രിങ്ങിൻ്റെ പ്ലേ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ യൂത്ത്സിൻ്റെ കളികളുടെ പ്രതിരൂപമാണ്. ഏപ്രിൽ ബ്രീസസ് പേഴ്സോണിഫൈഡ് ആസ് എന്തൊക്കെയാണ്? മദർ, ഫെയറി സ്പിരിറ്റ് ഓഫ് സ്പ്രിങ് ആൻഡ് ലവർ ആണ്. ഇറ്റ് വാസ് ദി റിയലൈസേഷൻ ഓഫ് ദി ക്ലോസ് ബോണ്ട് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നേച്ചർ. ഇതാണ് ഏപ്രിൽ ബ്രീസിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്.